US നാവികസേന ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഹോർമൂസ് തടയാൻ നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകിയെന്നും കടലിടുക്കിലേക്ക് പ്രവേശിക്കാനോ പുറത്തുപോകാനോ ശ്രമിക്കുന്ന എല്ലാ കപ്പലുകളെയും ഉപരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും ഇറാനിയൻ തങ്ങളെ വെടിവെക്കുകയോ സമാധാനപരമായി പോകുന്ന കപ്പലുകളെ വെടിവെക്കുകയോ ചെയ്താൽ അവരെ നരകത്തിലേക്ക് അയക്കുമെന്നും ഉചിതമായ സമയത്ത് ഇറാനെ അവസാനിപ്പിക്കാൻ US തയ്യാറാണെന്നും ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനിൽ നടന്ന ചർച്ചകളിൽ ചില കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടായി. പക്ഷേ ഇറാൻ തങ്ങളുടെ ആണവോർജ പദ്ധതികളിൽ നിന്ന് മാറാൻ തയ്യാറല്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഇറാനിയൻ പ്രതിനിധികളുടെ വിശ്വാസം നേടാൻ USന് കഴിഞ്ഞില്ലെന്നും അതുകൊണ്ടാണ് ചർച്ച പരാജയപ്പെട്ടതെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാദ് പറഞ്ഞു. ചർച്ചയ്ക്ക് ശുഭപര്യവസാനം ഉണ്ടാകണമെന്ന് തങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ 2-3 യുദ്ധങ്ങളുടെ അനുഭവം കാരണം എതിർപക്ഷത്തെ തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. US ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാനിൽ ഇതുവരെ 3375 പേർ കൊല്ലപ്പെട്ടെന്ന് കണക്കുകൾ. ഇറാനിലെ ഫോറൻസിക് മെഡിസിൻ ഓർഗനൈസേഷനാണ് ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ പുറത്തുവിട്ടത്. ഇതിൽ 2875 പുരുഷന്മാരും 500 പേർ സ്ത്രീകളുമാണെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഏതാനും ആഴ്ചകൾക്കകം ഇറാന് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം നൽകാൻ ചൈന ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. മൂന്നാമതൊരു രാജ്യം വഴിയാണ് പ്രതിരോധ സാമഗ്രികൾ അയക്കുക. തോളിൽ വച്ച് വെടിയുതിർക്കാവുന്ന മാൻ പാഡ്സ് എന്നറിയപ്പെടുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് കൈമാറുന്നതെന്ന് US ഇന്റലിജൻസ് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ വൈറ്റ് ഹൗസോ ചൈനയോ പ്രതികരിച്ചിട്ടില്ല. ട്രംപിന്റെ ഭീഷണി മറ്റു രാജ്യങ്ങളെ ബാധിക്കാനാണ് സാധ്യത. യുദ്ധം അവസാനിച്ചെന്ന് കരുതി ലോകരാഷ്ട്രങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപനം.